എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. സ്മിതാമോൾ, ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ്. അപ്പോൾ നമുക്ക് 2025 പുതുവർഷ ഫലം വിശാഖം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്നൊന്ന് നോക്കിയാലോ. പൊതുവിലെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയൊക്കെ ഉണ്ടാവണം തന്നെയാണ് നമുക്ക് ആഗ്രഹം, അല്ലേ? ആ ഒപ്പം തന്നെ നല്ല ഹെൽത്തും വെൽത്തും വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ പൊതുവിൽ നമ്മൾക്ക് എന്താണ് ഗുണം എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാമേ. വിശാഖം നാളുകാർക്ക് വളരെ നല്ല സമയം തന്നെയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നടപ്പിൽ വരുത്തുവാൻ വേണ്ടി ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഏറെക്കാലമായി സന്താന ഭാഗ്യമില്ലാതെ കണ്ട് അതിനു വേണ്ടി വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിനൊക്കെ ഈ വർഷം യോഗമുള്ള ഒരു സമയമാണ്. ഒരുപാട് പ്രാർത്ഥനകളോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം കൊണ്ടൊക്കെ നടന്നിട്ട് അത് സാധിക്കാത്തവർക്ക് കൃത്യമായ രീതിയിലുള്ള ഔഷധ സേവയിലൂടെയും അത് ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷം തന്നെയാണ് കേട്ടോ ഇത്. മനസ്സിൻ്റെ ആശ നിരാശയൊന്നും ആക്കി കളയാതെ കണ്ട് ശുഭപ്രതീക്ഷയോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്ന വർഷം തന്നെയാണ്. പിന്നെ കുടുംബപരമായിട്ട് സർപ്പദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, പിതൃസംബന്ധമായിട്ടുള്ള ദുരിതങ്ങളോ സർപ്പദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സന്താനങ്ങളെ ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടുന്ന പരിഹാരം അവനവൻ്റെ ആചരണമനുസരിച്ച് ചെയ്ത് മാറ്റുക. പൊതുവിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതിനും ആഗ്രഹിക്കുന്ന ഏത് നേട്ടങ്ങളും എത്തിപ്പിടിക്കാനും സാധിക്കുന്ന വർഷമാണ് ഈ 2025. അതുപോലെ കൊടുക്കൽ വാങ്ങൽ സംബന്ധമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരെ, ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവരെ ഒന്ന് സൂക്ഷിക്കണം. കാരണം ചിലപ്പോൾ കൊടുക്കലേ ഉണ്ടാവുള്ളൂ, വാങ്ങലിൽ വളരെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു വർഷമാണിത്. അതുപോലെ ആരോടും അങ്ങനെ മുഷിഞ്ഞ് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും വിശാഖ നക്ഷത്രക്കാർ പൊതുവെ. പക്ഷേ ഈ വർഷം എന്തെങ്കിലുമൊക്കെ മുഷിച്ചിലുകളും സംസാര ശൈലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാര്യ പുത്രാദികളോടല്ലേ പുത്രിമാരോടൊക്കെ ഒത്തുള്ള ജീവിതം ഈ വർഷം ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധമായിട്ടൊക്കെ അങ്ങ് നിൽക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഭർത്താവും മക്കളും ഒക്കെ മാറി നിൽക്കുകയൊക്കെ ചെയ്യേണ്ടതായ ഒരു എന്താ പറയുക, ഒരു വഴക്ക് കൊണ്ടല്ല, അല്ലാതെ തന്നെ നമുക്ക് മാറി നിൽക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാവും. എങ്കിലും എല്ലാവരും എപ്പോഴും സപ്പോർട്ടായിട്ട് ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ള ഒരു ചിന്താഭാവവും മനോഭാവവും നിങ്ങൾക്ക് എപ്പോഴും ഒരു മാനസിക ബലം തരികയും ചെയ്യും. പിന്നെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൈപ്പിടി വരാതെ കണ്ട് മനപ്രയാസം അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വർഷം ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു പരീക്ഷയാണ്, എത്ര എഴുതിയിട്ടും വിജയിക്കുന്നില്ല എങ്കിൽ ഈ വർഷം അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചാൽ അത് വിജയിക്കാൻ സാധിക്കും. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടുന്ന ഒന്ന് കിണഞ്ഞ് പരിശ്രമിച്ചാൽ ആ കാര്യവും നമുക്ക് സാധിക്കുന്നതാണ്. വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശുഭകരമായിട്ടുള്ള ഏത് കാര്യത്തിന് ശ്രമിച്ചാലും അത് വളരെ നല്ല രീതിയിൽ തന്നെ പര്യവസാനിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ. മറ്റുള്ളവരുടെ വാക്കുകളെ വിശ്വസിച്ച് നമ്മൾ പൈസയൊന്നും കൊണ്ട് കളയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു വർഷം കൂടിയാണിത്. അമിതമായ വിശ്വാസം കൊണ്ടും അമിതമായ പ്രതീക്ഷ കൊണ്ടും നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ്. ഒരാൾ പറയുകയാണ്, ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കത് ഇന്ന രീതിയിൽ അത് ലഭിക്കും എന്ന് പറയുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടാവണം നമ്മൾക്ക് കൂടി ഗ്രാഹ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കാര്യത്തിന് ഇറങ്ങാവുള്ളൂ. മറ്റൊരാളുടെ വാക്ക് മാത്രം കേട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് വലിയ ധനനഷ്ടം ഉണ്ടാക്കും. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ നല്ല പുരോഗതി ഉണ്ടാവും. എന്നിരിക്കലും വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം, കരുതലും ഉണ്ടാവണം കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് കാര്യത്തിനും വിജയമുണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത്യധികം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഏത് കാര്യങ്ങളും സാധിക്കുമെങ്കിൽ പോലും അതിനുവേണ്ടി ഒരു കഠിന പ്രയത്നം കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വൻ വിജയം തന്നെ നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണിത്. ഏകദേശം ഒരു വർഷത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് ഒരു മാനസികമായിട്ടൊക്കെ കുറച്ച് ടെൻഷനും പ്രശ്നവും വിഷമങ്ങളും ഒക്കെ കയറി വരുമെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്ത് പോകാനായിട്ടുള്ള വഴികളും
നമുക്ക് ഈ വർഷം തെളിഞ്ഞു കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. അത് അപ്രതീക്ഷിതമായ സുഹൃത്ത് സമാഗമം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്നുള്ള സഹായങ്ങൾ വാക്കുകൾ കൊണ്ടും ദാനം കൊണ്ടും ഒക്കെ നമ്മളെ തേടിയെത്തുന്ന വർഷമാണ്. എപ്പോഴും മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ലഭിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഭകരമായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയും ചെയ്യുന്നൊരു വർഷമാണ്. സിനിമാ മേഖലയിലുള്ളവർക്കൊക്കെ വളരെ പുരോഗതിയും നേട്ടങ്ങളും പുരസ്കാരങ്ങളുമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കും, മറ്റുള്ളവർക്കില്ലേ? എല്ലാ മേഖലയിൽ നിൽക്കുന്നവർക്കും അതിന് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. കലാകായിക മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കും പുരസ്കാരങ്ങളും നേട്ടങ്ങളും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന വർഷം തന്നെയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ ദൃഢം തന്നെയായിരിക്കും. എന്നിരിക്കലും തെറ്റിദ്ധാരണകളൊക്കെ പരത്താൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിച്ചാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് സത്യത്തിന് എപ്പോഴും വിജയമാണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിലയുറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. മാനസികമായിട്ട് കുറച്ച് സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും വളരെയധികം ഉല്ലാസവും സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന വർഷമാണ്. കുടുംബപരമായിട്ടുള്ള ദേവതാ സ്ഥാനങ്ങളിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നതും നമ്മൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു വർഷം കൂടിയാണിത്. ആവശ്യത്തിൽ കഴിഞ്ഞ മനോധൈര്യവും ആവശ്യത്തിൽ കവിഞ്ഞ ആത്മവിശ്വാസവും ഇടയ്ക്ക് ചെറിയ ചെറിയ പണികളും നമുക്ക് കൊണ്ടുതരും കേട്ടോ. അതുകൊണ്ട് ആത്മവിശ്വാസവും അതുപോലെ നമ്മുടെ കോൺഫിഡൻസൊക്കെ നമ്മളൊരു ലെവല് ആക്കി നിർത്തുക. അപ്പോൾ എപ്പോഴും ലൈഫിൽ നമ്മൾക്ക് വിജയിക്കണം എന്ന് മാത്രമേ എല്ലാവർക്കും ആഗ്രഹമുള്ളൂ. ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കഷ്ടപ്പാടുകളും എല്ലാവരും ചെയ്യുക. മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതം നിസ്സാരമായിട്ടുള്ള ഏറ്റവും രസകരമായ ഒരനുഭവം കൂടിയാണല്ലേ. അപ്പോൾ വളരെയേറെ സന്തോഷങ്ങളും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയും ഒക്കെ നിറഞ്ഞതാവട്ടെ ഈ 2025 വിശാഖ നക്ഷത്രക്കാർക്കെന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ മാനസികമായ ഉല്ലാസങ്ങളും സന്തോഷങ്ങളും ഏറെ ലഭിക്കുന്നതിനും അത് നിറഞ്ഞു തുളുമ്പുന്ന രീതിയിൽ തന്നെ അതിൽ ആ ഉല്ലാസഭരിതമായ അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.